Respected Director Ayman sir, GM, faculty members, HR മാനേജർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ബിക്കോസ് ഇന്ന് ഇത്ര നേരത്തെ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 90 ദിവസം നിങ്ങളെടുത്ത ചില നിലപാടുകളുണ്ട്. അത് ലോകോത്തര നിലപാടുകളാണ്, വളരെ ശ്ലാഘനീയമാണ്. ഇറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി എ കോപ്പി ബുക്ക്. ഇനി വരുന്ന ആളുകൾക്കുള്ള വലിയൊരു പാഠപുസ്തകവും കൂടിയാണ്. നിങ്ങളെടുത്ത ചില നിലപാടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 90 ദിവസം നിങ്ങളോട് തന്നെ മത്സരിക്കുകയായിരുന്നു. നിങ്ങളോട് മത്സരിക്കുകയായിരുന്നു. അഥവാ സാധാരണ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പരാജയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നയിക്കപ്പെടുന്നത് താൻ മനസ്സിലാക്കാൻ തനിക്ക് സമയം കിട്ടുന്നതിന് പകരം തൻ്റെ വിലപ്പെട്ട സമയവും തൻ്റെ എനർജിയും തൻ്റെ മൂലധനവും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അങ്ങനെ എനിക്കാവാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിലപിച്ച് ജീവിതത്തിൻ്റെ സിംഹഭാഗവും നശിപ്പിക്കുകയും അവസാന ഘട്ടങ്ങളിലെത്തുമ്പോൾ കുറച്ചുകൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്ന ഒരു വിതുമ്പലിലേക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എത്തുകയും ചെയ്യുന്ന അതിലേറ്റവും കൂടുതൽ സാധാരണ സ്ത്രീകളാണ് കൂടുതലുള്ളത്. നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ കേരളത്തെ നിങ്ങൾ ശരിക്കൊന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാലൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒതുങ്ങിക്കൂടുന്നത് അടുക്കളകളിലാണ്. പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെ കാലഘട്ടം മുതലും അതേപോലെ ബാക്കിലിരിക്കുന്ന മെയിൽസിനെ അവരൊക്കെ ശരിക്കും സത്യസന്ധമായി ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അവിടെയൊക്കെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവുക വിദ്യാർത്ഥിനികളാവും, ഗേൾസാവും. ഇപ്പം ഞാൻ മാത്തമാറ്റിക്സിലാണ് ഗ്രാജുവേഷൻ എടുത്തത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ടോപ്പ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ ട്രിഗണോമെട്രിയും കാൽക്കുലസും ഒക്കെ പഠിപ്പിച്ച, അതേപോലെ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഞാൻ ആരെയും ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടിട്ടില്ല. അവൾ ചീത്ത പറയാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സംവിധാനങ്ങൾ എത്ര ലളിതമായിട്ടാണ് അവർക്ക്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞങ്ങൾ പഠിച്ചു ലൈഫിൽ. ചില വിഡ്ഢികൾ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ മാത്സ് ഒക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന്. മാത്സ് പഠിക്കാതെ ഇനി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എലോൺ മസ്കിൻ്റെ പ്രായം എന്താണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, പക്ഷേ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ അദ്ദേഹം എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. പക്ഷേ അതിൽ ആരോ ചെയ്തു വെച്ചത് ചെയ്യുന്നത് അക്ഷയുടെ കഴിവൊന്നുമല്ല. ഈ ചെയ്തു വെച്ചത് ആരാണ്? ഇത് 16 വയസ്സുകാരന് 30 വയസ്സുകാരന് 40 വയസ്സുകാരനൊന്നുമല്ല. എന്നിട്ട് അവരെയാണ് നമ്മൾ തന്തവൈബ് എന്ന് പറയുന്നത്. എലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, സുന്ദർ പിച്ചെ, സത്യനാഥല്ലേ 2009 2019 ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായി പ്രവചിച്ച തോമസ് ഫ്രേ 75 വയസ്സാണ്. സ്റ്റിൽ 2099 ആകുമ്പോഴേക്ക് 1000 വർഷം ജീവിക്കുന്ന മനുഷ്യൻ ഈ ഭൂമുഖത്ത് സാധ്യമാണ്. 2029 ആകുമ്പോഴേക്ക് 6 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകൾ വെറും 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ്. 2040 ആകുമ്പോഴേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മറികടക്കാൻ പോവുകയാണ് തുടങ്ങിയ സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കണ്ടുപിടുത്തങ്ങളും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ആളുടെ പ്രായം 75ആണ്. എന്നിട്ട് നമ്മൾ ഇവരെ തന്തവൈബ് എന്ന് പറയണം. അപ്പോൾ ഇത് അംഗീകരിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. പക്ഷേ ടാലൻ്റ് ഏറ്റവും കൂടുതൽ ഇന്ന് തളയ്ക്കപ്പെട്ടിട്ടുള്ളത് അടുക്കളകളിലാണ്. ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഒരുപാട്
സ്ഥാപനങ്ങളിൽ ദിനേന എന്നോണം ക്ലാസ് എടുക്കാൻ അവസരം കിട്ടുന്ന ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ന് ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. എങ്കിലും ഞാൻ പറയുന്നു, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവരുടെ കഴിവുകൾ കണ്ടെത്താൻ ഒരുപക്ഷെ അവർ അറിയാമെങ്കിലും അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലാത്ത സമയത്ത് ധീരമായ നിലപാടെടുത്തപ്പോൾ നിങ്ങൾ ദ ഡേ ഓൺവേർഡ്സ് നിങ്ങൾക്ക് അങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതികൾക്ക് സമയമുണ്ടായിട്ടില്ല. 90 ദിവസം നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. ആം ഐ റൈറ്റ് ഓർ റോങ്? നിങ്ങൾ അയലോക്കത്തെ ആൾ കല്യാണത്തിന് പോകുമ്പോൾ അവൾ വാങ്ങിയ ചുരിദാറിനെ കുറിച്ചോ അവള് പിന്നെ അണിഞ്ഞ ആഭരണത്തെക്കുറിച്ചോ അതിനു മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിലും നിങ്ങൾ ഈ 90 ദിവസം വല്ലാതെ അതിന് സമയം കൊടുത്തിട്ടില്ല. ശരിയാണ് തെറ്റാണ്? ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തേത്, പിന്നിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉമ്മയും വാപ്പയും അച്ഛനും അമ്മയും ഭർത്താവും സഹോദരനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ their plays ഇമോഷൻ എ കീ റോൾ. കാരണം എന്താ, നിങ്ങൾ ഈ ദിവസം, അതായത് ഈ തീരുമാനം എടുത്ത ദിവസം മുതൽ നിങ്ങൾ അതുവരെ ചെയ്തു കൊടുത്തതിലേറെ സഹായം അതിനുശേഷം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നിൻ്റെ ഒരു ഒടുക്കത്തെ പഠനം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ചീത്ത പറയരുത്. അമ്മയുടെ ഒരു പഠനം എന്ന് പറഞ്ഞ്, ഉമ്മാൻ്റെ ഒരു പഠനം എന്ന് പറഞ്ഞ മോള് അവളുടെ കാര്യങ്ങൾക്ക് ഉമ്മാനെ കിട്ടുന്നില്ല, അമ്മയെ കിട്ടുന്നില്ല എന്ന് തോന്നലുണ്ടാവരുത്. സോ യു ഡിഡ് എക്സ്ട്രാ വർക്ക്. നിങ്ങളവിടെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വെറുതെ പറയണതാണോ? യു ഡിഡ് ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ, കല്യാണം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടത് നല്ലൊരു സുഹൃത്തായിട്ടാണ്, വെറും ഭർത്താവായിട്ടല്ല. 90 ദിവസം കണ്ടുണ്ടായ മാറ്റം ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ 90 ദിവസം നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് HR മാനേജറും GM-ഉം അർച്ചന മാമും ഒക്കെ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു വൈബ്രേഷൻ, ഈ ഒരു തീരുമാനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. റോക്കറ്റ് സയൻസ് ആവരുത്. ഒരു പിന്നെ തുടക്കത്തിലുള്ള ആവേശം അതിൽ നിർത്തരുത്. ലോകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രീമിയം വെഹിക്കിൾസ് വാങ്ങുന്ന യങ് ഓൺടർപ്രനേഴ്സ് ഉള്ള സംസ്ഥാനമാണ് കേരളം. ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾ ബിസിനസ് തുടങ്ങുകയും അങ്ങനെ ഏറ്റവും പെട്ടെന്ന് പ്രീമിയം വെഹിക്കിൾസ്, കോടികൾ മൂല്യമുള്ള വണ്ടികൾ വാങ്ങുന്ന, കാറുകൾ വാങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ അതിൻ്റെ മറുവശം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ പാപ്പരാവുന്ന യുവതിയുവാക്കളുള്ള സംസ്ഥാനവും കേരളമാണ്. നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ജോലി ചില്ലറയല്ല. എന്തുകൊണ്ടാണ് പല എൻ്റർപ്രൈസസുകളും പല സ്ഥാപനങ്ങളും ഇത്രയധികം മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഇത്രയധികം ട്രെയിനിങ് പ്രോഗ്രാംസും ഇത്രയധികം കൺസൾട്ടൻസും ഒക്കെയുള്ള ഈ കേരളത്തിൽ ഈ ദുരവസ്ഥ സംഭവിക്കുന്നത്? ആ ദുരവസ്ഥ ലഘൂകരിക്കാൻ വെറുതെ ഒരു സർട്ടിഫിക്കറ്റും തന്നിട്ട് നിങ്ങളങ്ങോട്ട് വിടുകയല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. നിങ്ങളിലൂടെ അത്തരം സ്ഥാപനങ്ങളെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. 13 കാരണങ്ങൾ കൊണ്ടാണ് ഓൺടർപ്രനേഴ്സ് അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് പരാജയപ്പെടുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ഇറ്റ് ഈസ് മൈ റീസെർച്ച് പ്രോഡക്റ്റ്. ഇൻവിൻസിബിൾ ലീക്വിൽ സിൻഡ്രം ഒരു ഉദാഹരണം മാത്രം പറയണം. ഒരുപാട് പണമുണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഉണ്ടാക്കുന്ന പണമൊക്കെ ലീക്കായി പോവുകയാണ്.
നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനികളിൽ നടക്കുന്ന സംഭവമാണ്. നിങ്ങൾ ഓപ്പറേഷൻ സൈഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? അഡ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ബാക്കി വരുന്ന എല്ലാ മേഖലകളുടെയും കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണ്. HR ആയാലും ഫൈനാൻസ് ആണെങ്കിലും ബ്രാൻഡിങ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള് അണ്ടർ CEO നമ്മൾ ഹയറാർക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീ എടുക്കുമ്പോൾ ബോർഡിൻ്റെ താഴെ MD, അത് കഴിഞ്ഞ് താഴേക്ക് വന്ന് അങ്ങനെ വരുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട റോളാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. IIMൽ നിന്ന് പുറത്തു വരുന്ന ഒരു പ്രോഡക്റ്റിനെ പോലും വെല്ലുന്ന രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് അവിടെ പ്രകടനം നടത്താൻ കഴിയണം. കേവലം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. വാട്ട് യു പ്രീച്ച് യു ഷുഡ് പ്രാക്ടീസ്. നിങ്ങൾ എന്ത് തിയറിയാണോ ഇവിടെ പഠിച്ചത് അതിനപ്പുറത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ആർജവം, കഴിവ്, വ്യക്തിത്വം, ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. അതിനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ 90 ദിവസം നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞങ്ങളതിൽ അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ മസ്റ്റ് സസ്റ്റൈൻ, അത് നിലനിൽക്കണം ടിൽ ദി എൻഡ്. ഒരാളോട് പോയിട്ട് എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. യു ഷുഡ് ബി ഹൈലി ഡിമാൻഡഡ് പേഴ്സണാലിറ്റീസ്. ഇവിടെ ആദ്യം പുറത്തു പോകുന്ന ആളും ഈ സ്ഥാപനം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചേഞ്ചസ് ഇനിയും വരാൻ പോവുകയാണ്. കാലഘട്ടത്തിൻ്റെ മുൻപിൽ യാത്ര ചെയ്യുന്ന തലത്തിലേക്കാണ് സിൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പലരും കോപ്പി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെൻഡ് സെറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ട്രെൻഡ് സെറ്റേഴ്സായിട്ട് മാറണം. എൻ്റെ സഹോദരിമാർക്ക് അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ബാക്കി നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകുമ്പോൾ എവിടെയൊക്കെയാണോ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് എനിക്ക് ആവശ്യമുള്ളത്, ഈ തരത്തിലേക്ക് ലോകത്തിൻ്റെ മുമ്പേ നടക്കാൻ ഞാൻ എന്തൊക്കെ ഇനി ചെയ്യേണ്ടതുണ്ട്, ആ ഒരു വാക്കുകളാവണം, ആ ഒരു എക്സ്പ്രഷൻസ് ആവണം എൻ്റെ കുട്ടികളുടെ വായിൽ നിന്ന് ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാവേണ്ടത്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള കോൺവൊക്കേഷനിൽ നമ്മളതല്ല, അത് പ്രതീക്ഷിച്ചിട്ടല്ല എന്നെ ഒരു ദിവസം കൂടെ ഇരുത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്തമാവണം. ആ വ്യത്യസ്തതക്കനുസരിച്ചാണ് ഞാൻ സംസാരിക്കുക. ഇപ്പോൾ ഇതൊരു ട്രെൻഡായി. ഇപ്പോൾ 4 ബുക്കിംഗ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സിൻസ് തുടങ്ങിയതിന് ശേഷം ഈ കോൺവൊക്കേഷൻ സെറിമണിയിൽ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ കൊണ്ടുവരും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ 4 ബുക്കിംഗ് വന്നു കഴിഞ്ഞു. ഈ 14-ാം തീയതിയും എനിക്ക് ബുക്കിംഗ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ട്രെൻഡായി. ഇതൊരു വ്യത്യസ്തമാണ്. കാരണം ഇവിടെയും ഒരു ലേണിംഗ് ആണ് നടക്കുന്നത്, എൻ്റർടൈൻമെൻറ്റും നടക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുകയാണ്, സ്റ്റുഡൻസ് സംസാരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത് സ്റ്റാർട്ട് ചെയ്തത് സിൻസ് തന്നെയാണ്. വലിയൊരു കൈയടി ആ ടീമിന് കൊടുക്കാം. അതിൻ്റെ ഗുണം ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ ഇത് മനസ്സിലാക്കിയാണ്, ഇതിന് ഭയങ്കര വാല്യൂ ആണ്. അയാളുടെ വായിൽ നിന്ന് എന്താണോ വരുന്നത് അതിന് മറുപടി അവിടെ കിട്ടുകയാണ്. ഏത് സ്ഥാപനത്തിൽ അത് കിട്ടാറുള്ളത്? ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺവൊക്കേഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? സ്റ്റുഡൻസിന് ഇത്രയധികം പിന്നെ എന്താ പറയുക അവസരം കൊടുക്കുന്നത്. എൻ്റെ മോളൊക്കെ ഇത് കണ്ടിട്ട് പറയാം, MBBS കഴിഞ്ഞിട്ട് വാപ്പ ഈ 3 മാസത്തെ ആളുകൾക്ക് കിട്ടുന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. അവിടെ വന്ന് വെറുതെ തൊപ്പി എറിഞ്ഞ് വരിക എന്നല്ലാതെ ഏതൊക്കെയോ ആൾക്കാർ, ഞങ്ങൾക്കൊരു ആവശ്യമില്ല. അവിടെ വന്ന് സംസാരിക്കുന്നവരുടെ സംസാരം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അവരെങ്ങനെ ബുക്ക് ചെയ്യണം? നിങ്ങൾ കോൺവൊക്കേഷൻ മറ്റുള്ളിടത്ത് നടക്കുന്നതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ യു ആർ എ ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റീസ്. അപ്പോൾ അത് ലക്ഷ്യങ്ങളുണ്ട്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പ്രജീത് സാറിനും ഐമൻ സാറിനും പെട്ടെന്ന് മുതലാളിമാരാവുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇത് കളിക്കുന്നത് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. ദെൻ ദ സെക്കൻഡ് തിങ് ഇമോഷൻസ് ആണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങളുണ്ടാവണം, ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ബന്ധത്തിൻ്റെ തുടക്കമാവട്ടെ, വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.